ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ജുബീസ് വണ്ടർ വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോവാം. അതിനാവശ്യമായത് ഒരു അത്യാവശ്യം വലിയൊരു കൈപ്പക്കയാണ്, മുളക് പൊടി, വെണ്ടയ്ക്ക ഒരു 12 ഇടത്തരം വലുപ്പമുള്ള വെണ്ടയ്ക്ക, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, വേപ്പില, കടുക്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, തക്കാളി, ഉലുവ പൊടിച്ചത്, ഒരു ചെറിയ സവാള അരിഞ്ഞത്, ഒരു നാരങ്ങ വലുപ്പത്തിൽ പുളി. ചട്ടി ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം അതിലേക്ക് ആദ്യം വെണ്ടയ്ക്ക അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് നന്നായി ഫ്രൈ ആക്കി എടുക്കുക. കാരണം ഇതിൻ്റെ ഒരു വഴുവഴുപ്പും മാറാൻ വേണ്ടിയിട്ടും, പിന്നെ വെന്തുടഞ്ഞു പോവുകയും ചെയ്യൂല ഇങ്ങനെ ചെയ്താൽ. അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. നല്ല ഡീപ്പ് ഫ്രൈ അല്ല, ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് ആ വഴുവഴുപ്പ് പോകുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം ആ വെളിച്ചെണ്ണയിൽ നിന്ന് അത് കോരി മാറ്റുക. ആ വെളിച്ചെണ്ണയിലേക്ക് ഒരു 2-2.5 സ്പൂണും മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. അത് നന്നായി ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക. അത് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ്, അതിന് നല്ല സ്മെല്ലും വരും, നല്ല ടേസ്റ്റും ഉണ്ടാവും. അതിൻ്റെ പച്ചമണമൊക്കെ പോയതിന് ശേഷം അതിലേക്ക് ആ മുറിച്ച് വെച്ച സവാള ചേർത്ത് വെക്കുക. ഒരു ചെറിയ സവാള, അല്ലെങ്കിൽ വലുതാണെങ്കിൽ അതിൻ്റെ പകുതി അത്രയും മതി. നന്നായിട്ട് വഴറ്റൊന്നും വേണ്ട, ഒന്നിങ്ങോട്ട് കുഴഞ്ഞ് കഴിഞ്ഞാൽ തന്നെ അതിൽ തക്കാളി ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുക്കുക. തക്കാളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 2 ചെറിയ തക്കാളിയാണ്, വലിയ തക്കാളിയാണെങ്കിൽ 1 ചേർത്താൽ മതി. 2 പച്ചമുളകും. ഇതിലേക്ക് കുറച്ച് അത്യാവശ്യം എരിവൊക്കെ വേണം, പുളിയൊക്കെ വരുന്നതുകൊണ്ട് കുറച്ച് എരിവൊക്കെ ഉള്ളൊരു വിഭവമാണിത്. തക്കാളി ഒന്നും കണ്ട് ഉടഞ്ഞ് വന്ന ശേഷം അതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത്. കുറച്ച് മതി, ചെറിയ സ്പൂൺ 1 സ്പൂണ്, അല്ലെങ്കിൽ വലുതാണെങ്കിൽ ഒരു 1/4 സ്പൂണ് മതി. വേപ്പില ചേർത്ത് കൊടുക്കുക, കറിവേപ്പില. ഇഞ്ചിയും വെളുത്തുള്ളിയും ആ പച്ച സ്മെല്ലും ഒക്കെ മാറുന്ന വരെ നന്നായി ഇളക്കി കൊടുക്കുക. ഇനി മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 2 സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അര സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് വഴറ്റി കൊടുക്കുക.
ഇനി അതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന കൈപ്പക്ക ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം വലിയൊരു കൈപ്പക്ക തന്നെയായിരുന്നു ഞാൻ എടുത്തത്. മസാലക്കൂട്ടുമായിട്ട് നന്നായി ചേർക്കുക. ഇനി ഇതിലേക്ക് പുളി പിഴിഞ്ഞത് വെള്ളം ചേർത്ത് കൊടുക്കുക. അത്യാവശ്യം ഒരു വലിയ നാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളി വേണം, കുറച്ചൊക്കെ പുളി വേണം ഇതിലേക്ക്. കുറച്ചുകൂടി വെള്ളം ചേർത്തൊക്കെ ശേഷം നന്നായി മൂടി വെച്ച് വേവിക്കുക. ഒരു 10-15 മിനിറ്റോളം വേവുണ്ടാവും. കൈപ്പക്കൊക്കെ അത്യാവശ്യം വേവുണ്ടാവുണ്ടോ. കൈപ്പക്ക നന്നായി വെന്ത് വന്ന ശേഷം അതിലേക്ക് വെണ്ടക്ക ചേർത്ത് കൊടുക്കുക. ഫ്രൈ ചെയ്ത് വെച്ച ആ വെണ്ട ചേർത്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്ത ശേഷം ഒന്നുകൂടി മൂടിയിട്ട് വേവിക്കുക. കുറച്ച് സമയം വേവിച്ചാൽ മതി. ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന്. ഓരോരുത്തർ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. കൈപ്പക്കയും വെണ്ടയൊക്കെ നന്നായി വെന്ത് വന്നു. ഇനി അതിലേക്ക് ഉലുവ പൊടിച്ച് വെച്ചത് ഒരു ചെറിയ സ്പൂൺ ഉലുവാപ്പൊടി ആഡ് ചെയ്യാം. ഒരുപാട് വേണ്ട, കുറച്ച് മതി. ഇനി അതിലേക്ക് ഞാനൊരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ആഡ് ചെയ്യുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. ഇവിടെ ഞങ്ങൾക്കൊക്കെ അത് ചേർത്തുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് പോലെ തോന്നും, അതുകൊണ്ട് ചേർക്കണമെന്നേ ഉള്ളൂ. ഇനി കടുക് വറുത്തൊഴിച്ച് കൊടുക്കുക. നല്ല ടേസ്റ്റുള്ളൊരു കൂട്ടാനാണിത്, ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.